ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞതിനകത്ത് ഏതാണ്ട് പൂർണ്ണമായിട്ട് ശരിയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല. ഇന്ന് എറണാകുളത്ത് നടത്തിയ പത്രസമ്മേളനം, യോഗക്ഷേമ സഭയുടെ സമ്മേളനത്തെക്കുറിച്ചാണ് സ്മൃതി ചോദിച്ചത്. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ജഡം എന്നാണ് പറയുന്നത്. ഒരു വിഗ്രഹത്തിലെ ശക്തി ആവാഹിച്ച് മാറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് അത് ജഡമാകുന്നത്. അങ്ങനെ ജഡമായ വസ്തുവാണ് ദഹിപ്പിക്കുന്നതും ജലാശയത്തിൽ നിമജ്ജനം ചെയ്യുന്നുമല്ല. എന്നാൽ ലോഹം അവിടെ നിന്ന് ഉരുക്കി അതിൻ്റെ ചൈതന്യം മാറ്റുകയാണ്. അപ്പോൾ അത് ജഡമാണ്. ജഡാവസ്ഥയിലായ ഒരു വിഗ്രഹത്തെ എങ്ങനെയാണ് തന്ത്രി അവകാശമാണെന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങിക്കൊണ്ട് പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. തന്ത്രി മണ്ഡലം, തന്ത്രി സമാജം അവരൊക്കെ പറയുന്നത് അത് തന്ത്രിക്ക് അവകാശപ്പെടണം. എവിടെയാണ് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തതിൽ രാധാകൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അഖില കേരള തന്ത്രി മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, യോഗക്ഷേമ സഭയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. എനിക്ക് ശബരിമല വോയിസ് എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ 1024 പേരുണ്ട്. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ആ ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട്. ഏതാണ്ട് 17 തന്ത്രിമാർ ആ ഗ്രൂപ്പിലുണ്ട്. ഈ 10ഓളം തന്ത്രിമാർ, കേരളത്തിലെ അതിപ്രശസ്തരായ 10ഓളം തന്ത്രിമാരോട് ഇതേക്കുറിച്ച് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ വാദ്യവാഹനത്തെ സംബന്ധിച്ച വിവരം ഞാൻ പുറത്തുവിടുന്നത്. അതിൻ്റെ അകത്ത് എനിക്ക് തന്ത്രസമുച്ചയത്തിൻ്റെയും പിന്നെ മാധവജി എഴുതിയ ഒരു ബുക്ക്, ആ 2 ബുക്കിനെ പേജുകൾ സഹിതം രാധാകൃഷ്ണൻ പോറ്റി എനിക്ക് അയച്ചു തന്നിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരിക്കലും ജഡാവസ്ഥയിലായ ഒരു കാര്യം ഒരാളും വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കത്തില്ല. നമ്മുടെ അച്ഛനോ അമ്മയോ പ്രിയപ്പെട്ടവരോ ആരും മരിച്ചു പോയാലും നമ്മൾ അവരുടെ ശരീരം വീട്ടിൽ സൂക്ഷിക്കത്തില്ല. അത് വിധിപ്രകാരം നമ്മൾ സംസ്കരിക്കും. അതുകൊണ്ടാണ് ഈ അർഹതപ്പെട്ട സാധനം ഏറ്റുവാങ്ങിയതിനു ശേഷം ഈ പറയുന്ന ഈ കൊടിമരം മാറ്റുമ്പോൾ എനിക്ക് കിട്ടിയൊരു വിവരമാണ്. കൊടിമരം മാറ്റുമ്പോൾ ധ്വജാഗ്രം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന ഉത്തരവ് കൃത്യമായി ഉണ്ടത്രേ. 2012-ലും 2016-ലും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പല ക്ഷേത്രങ്ങളും കൊടിമരമാറ്റത്തിൽ ഇത് കൊടുത്തിട്ടുമുണ്ട്. ദേവസ്വത്തിന് എല്ലാ ക്ഷേത്രങ്ങളും ഒരുപോലെയല്ല, വാഹനം തന്ത്രിക്ക് തന്നെ എന്നാണ് എല്ലാ ദേവസ്വം ഉത്തരവിലും പറയുന്നത് എന്നാണ്. അത് എങ്ങനെയാണ് അങ്ങ് വിശദീകരിക്കുന്നത്? സ്മൃതി, ഇത് തന്ത്രിമാരുടെ അവകാശവാദമാണ് ഇപ്പം പറഞ്ഞത്. കാരണം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ആ വസ്തു എന്തിന് തന്ത്രി തിരിച്ചു കൊടുക്കണം? സ്മൃതിക്ക് അവകാശപ്പെട്ട ഒരു സാധനം സ്മൃതി ആര് ചോദിച്ചാലും സ്മൃതി തിരിച്ചു കൊടുക്കാൻ തയ്യാറാവുമോ? ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് തന്ത്രി കൊണ്ടുപോകുന്നു. പിന്നീട് ഇതിനെക്കുറിച്ച് വിവരം കിട്ടുന്നു. ഒരു നാമജപ ഘോഷയാത്ര, അഖില ഭാരതീയ അയ്യപ്പധർമ്മ പ്രചാര സഭയുടെ പേരിൽ ഒരു നാമജപ ഘോഷയാത്ര തന്ത്രിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അത് അനൗൺസ് ചെയ്തതിന് ശേഷം ആദ്യം വിജി തമ്പിയെക്കുറിച്ച് കൊണ്ട് എന്നോട് സംസാരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് സ്പെഷ്യൽ കമ്മീഷനെ വിളിച്ച് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് തന്ത്രിയുടെ പ്രതിനിധിയായിട്ട് മുൻ ശബരിമല മേൽശാന്തി, അതായത് ധനഞ്ജയൻ നമ്പൂതിരി, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നു. ഈ തന്ത്രിക്ക് അവകാശപ്പെട്ട ഒരു സാധനം കൊണ്ടുപോയി അത് വാർത്തയാകുമ്പോൾ തന്ത്രി എന്തിനു തിരിച്ചു കൊടുക്കണം? അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇതൊരിക്കലും അത് ഒറിജിനൽ വാദ്യവാഹനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വെള്ളിയിൽ നിർമ്മിച്ച് സ്വർണം പൊതിഞ്ഞതാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും വില പിടിച്ച വസ്തു അദ്ദേഹം കൊണ്ടുപോയത് അദ്ദേഹം വെറുതെ കൊണ്ടുപോയില്ല. ശിലയാണെങ്കിൽ അദ്ദേഹം കൊണ്ടുപോകത്തില്ല, തടിയാണെങ്കിലും അദ്ദേഹം കൊണ്ടുപോകത്തില്ല. അദ്ദേഹം കൊണ്ടുപോയത് ഇത് ലോകത്തിൻ്റെ മൂല്യം വെച്ചിട്ടാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഗൗരവത്തിലെടുത്ത് ശ്രീ മഹേഷ് പണിക്കർ, നമ്മുടെ ചർച്ചയിൽ ചാനലിൽ പങ്കെടുത്ത മഹേഷ് പണിക്കരാണ് 500 കോടിയും 1000 കോടിക്കും മേലിൽ ഇതിന് വില വരുമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വിലയുള്ള ഒരു സാധനം ദേവസ്വം ബോർഡിൽ നിന്നും തന്ത്രിക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ് തന്ത്രി കൊണ്ടുപോകും. ഇനി അടുത്ത വർഷം, ഈ വർഷത്തെ തന്ത്രി മഹേഷാണ്. ശബരിമലത്തെ തന്ത്രസ്ഥാനം ആർക്കാ? രാജീവ് തന്ത്രി ഒരു ആൾപേര് തന്ത്രി മാത്രമാണ്. ശബരിമലത്തെ തന്ത്രാവകാശം താഴമൺ കുടുംബത്തിനാണ്. താഴമൺ കുടുംബത്തിനെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന തന്ത്രി, ഏറ്റവും സീനിയർ തന്ത്രി, അദ്ദേഹത്തിനാണ് കാരായ്മ പ്രകാരം ശബരിമലയിലെ താന്ത്രികാവകാശം. എല്ലാ വർഷവും ധനുമാസം 28-ാം തീയതി മുതൽ മകരമാസം 5-ാം തീയതി വരെ ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന തന്ത്രി അല്ലെ കുടുംബത്തിലെ കാരണവരാണ് ശബരിമല പൂജകൾ നടത്തേണ്ടത്. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഞാനാണ് സർവ്വം, ശബരിമല മുതിർന്ന തന്ത്രിയാണ് മഹേശ്വര തന്ത്രിയുടെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല. അതിനുശേഷം മഹേശ്വര തന്ത്രിയുടെ മരണത്തിന് ശേഷം കണ്ടൊരു മോഹന തന്ത്രിയാണ് ശബരിമലത്തെ സീനിയർ തന്ത്രി. അദ്ദേഹത്തിന്റെ വീട്ടിന് തൊട്ടടുത്താണ് ഇദ്ദേഹം താമസിക്കുക. ഒരു കാര്യം അദ്ദേഹം ആലോചിക്കാറില്ല. കോടതി തന്നെ ചില കാര്യങ്ങളും കണ്ടൊരു മോഹനർ അഗ്നിശുദ്ധി വരുത്തി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധീനതയിലുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം കണ്ടൊരു മോഹനർ പോകുന്നുണ്ട്, വിദേശങ്ങളിൽ പോകുന്നുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട്. അവിടെ എങ്ങും ഒരു ഐത്തമില്ല. ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു മൈനർ ക്ഷേത്രമാണ്.
മഹാക്ഷേത്രമല്ല. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നത് കൊണ്ടോ ഏറ്റവും അധികം വരുമാനം ഉള്ളത് കൊണ്ടോ ശബരിമല ക്ഷേത്രം മഹാക്ഷേത്രമാകുന്നില്ല. അവിടെ നടന്ന സർവ്വ ഉഡായിപ്പുകളും ഒന്നിടവിട്ട വർഷങ്ങളിൽ, ഞാൻ ഇന്നലെയും പറഞ്ഞു, 2006 മുതൽ 2026 വരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക. ഒന്നിടവിട്ട വർഷങ്ങളിൽ മഹേശ്വര തന്ത്രിയും അത് കഴിഞ്ഞ് രാജീവ് തന്ത്രിയുമായിരുന്നത്. രാജീവ് തന്ത്രി ഇരുന്ന കാലത്താണ് ഈ ഉഡായിപ്പുകളെല്ലാം നടന്നത്. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല എന്ന് പറഞ്ഞതുപോലെ പണം കിട്ടുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് കാര്യത്തിനും കൂടുതൽ. ഇപ്പോൾ അടുത്ത വർഷം ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ മഹേഷിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അടുത്ത വർഷം ശബരിമല വരേണ്ടത് താരമൺ മഠത്തിലെ തന്ത്രി എന്നുള്ളൊരു രാജീവ് തന്ത്രിയാണ് വരേണ്ടത്. രാജീവ് തന്ത്രി വന്ന് ചിങ്ങമാസം 1-ാം തീയതി ശബരിമല ശ്രീകോവിലിൽ കയറും. ശ്രീകോവിലിൽ കയറിയ ഉടനെ അദ്ദേഹം പറയും, ശബരിമലത്തെ അയ്യപ്പൻ്റെ വിഗ്രഹം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്, വിള്ളൽ വീണിട്ടുണ്ട്, നിരന്തരമായ നെയ്യഭിഷേകം കൊണ്ട് ചൂട് കൂടി അയ്യപ്പൻ്റെ വിഗ്രഹം പൊട്ടിയെന്ന്. എനിക്കോ സ്മൃതിക്കോ മറ്റൊരാൾക്കോ അതിൻ്റെ അകത്ത് കയറി നോക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത് മേശാന്തിയും കീഴ്ശാന്തിയും മറ്റു പരികർമ്മങ്ങളെല്ലാം ഏറ്റുപാടും, വിഗ്രഹത്തിന് കേടുപാടുണ്ട്. ഉടനെ ആന്ധ്രയിൽ നിന്ന് കർണാടകയിൽ നിന്ന് ഒരു സ്പോൺസർ വരും, 5 കോടി രൂപ ഞാൻ സ്പോൺസർ ചെയ്തേക്കാം, വിഗ്രഹം ഉണ്ടാക്കണം. ഉടനെ അനന്തനാചാര്യെ വിളിക്കും, ഒരു വിഗ്രഹം ഉണ്ടാക്കണം. വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠ നടക്കും. പ്രതിഷ്ഠ കഴിയുമ്പോൾ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണ് ഞാൻ, എൻ്റെ മകനാണ് അയ്യപ്പൻ, എനിക്കിത് അവകാശപ്പെട്ടതാണ് എന്നും പറഞ്ഞ് ഇദ്ദേഹം വിഗ്രഹം എടുത്തുകൊണ്ട് പോകും. ഇപ്പം നിലവിലിരിക്കുന്ന വിഗ്രഹമുണ്ട്, അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അയ്യപ്പനായിട്ട്, കാരണം ഇതെല്ലാം അയ്യപ്പൻ്റെ കളിയാണ്. അയ്യപ്പൻ എവിടെ വിളി പൊങ്ങുന്നത് അവിടെ ഭഗവാൻ വരും. എല്ലാം മറന്ന് വിളിക്കുവാൻ മക്കളെ സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ ഭക്തനെ, ഏതൊരു ഭക്തനെയും ഭഗവാൻ കാത്തു രക്ഷിക്കും. തന്ത്രി ശബരിമല ഇത്രയും കാലം ശബരിമല പൂജിച്ചു, അദ്ദേഹം ഇപ്പൊ അഴിക്കുള്ളിൽ പോയി കിടക്കുന്നത് എന്തുകൊണ്ട് അയ്യപ്പൻ അദ്ദേഹത്തെ രക്ഷിച്ചില്ല? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണിത്. അയ്യപ്പനാണ് തീരുമാനിക്കുന്നത്. 100% അല്ല, 101% എനിക്ക് വിശ്വാസമുണ്ട്. ശരി, ക്ഷേത്രത്തിൽ കേടായ തടിയാണെങ്കിൽ തടി ചിത കൂട്ടി അത് നശിപ്പിക്കണമെന്നാണല്ലോ പറയുന്നത്. ലോഹമാണെങ്കിൽ ഉരുക്കി ദേവന് ഉപയുക്തമാകുന്ന രീതിയിൽ മാറ്റണമെന്ന്, അങ്ങനെയാണല്ലോ അല്ലേ? അപ്പോൾ ഈ വാജിവാഹനം അങ്ങ് പറഞ്ഞതുപോലെ അത് തിരിച്ചു കൊണ്ടുവന്ന് ഈ വാജിവാഹനം താഴെ ഇറക്കി കഴിയുമ്പോൾ അതിലുള്ള ദേവന്റെ എന്താണ് സാന്നിധ്യം അതിൽ ഇല്ലാതാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഉരുക്കിയിട്ടല്ലേ ഈ പറഞ്ഞ മാറ്റി ശരി, ചൈതന്യമില്ലാത്ത വാജിവാഹനം ഉരുക്കിയിട്ടല്ലേ കൊടുക്കട്ടെ? അങ്ങനെയല്ലേ ഈ അങ്ങ് പറഞ്ഞത് പകരമാണെങ്കിൽ ഉരുക്കിയിട്ടാകണം. അത് ജഡമാണ്. അത് ഉരുക്കാതെ ക്ഷേത്ര പരിസരം വിട്ടു പോകാൻ പാടില്ല. അത് ഉരുക്കാതെയാണ് ദാനമാണ് കിട്ടുന്നത്. ശരി, ഉരുക്കാതെ വീട്ടിൽ കൊണ്ടുവച്ചു അല്ലേ? യജമാനൻ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അയ്യപ്പൻ മൈനറാണ്, യജമാനൻ ആണ് രക്ഷിതാവ്. യജമാനനാണ് ദാനം ചെയ്യുന്നത്. ദാനം കിട്ടിയ വസ്തുവാണത്. ദാനം കിട്ടി അദ്ദേഹത്തിന് ഉപയോഗിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയാം, എടനാട് മഹാദേവ ക്ഷേത്രത്തിൽ 3 കൊടിമരങ്ങൾ ഉണ്ടായിരുന്നു. ആ 3 ദാനമാണ്, അത് അവകാശമല്ല. 3 കൊടിമര പ്രതിഷ്ഠ നടത്തി തന്ത്രി കണ്ഠര് മോഹൻരാജ് നടത്തി. ഞാൻ ഇതിന് പോയിരുന്ന ആ 3 കൊടിമരത്തിന്റെ മുകളിലത്തെ വാഹനം ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹം ദക്ഷിണ മേടിച്ചിട്ട് അവിടെ തന്നെ കൊടുത്തിട്ട് പോന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു വാഹനം കൊണ്ടുപോയിട്ടില്ല. ഇത് ഇത്രയും വിലയുള്ള സാധനമാണ്. കാരണം ഒരു കൊടിമരത്തിന്റെ ഏറ്റവും കുറഞ്ഞ ആയുസ് എന്ന് പറഞ്ഞാൽ 500 വർഷം അല്ലെങ്കിൽ 250 വർഷം അല്ലെങ്കിൽ 100 വർഷം. ഇത് വെറും 47 വർഷമായിട്ടുള്ളൂ. ആ കോൺക്രീറ്റ് വാളി പൊളിക്കുമ്പോൾ ഒരു കേടുപാടുകളും ഇല്ല. ഞാനവിടെ ദൃക്സാക്ഷിയാണ്. അത് രാത്രി ഇടിച്ചു പൊളിച്ച് കഷ്ണങ്ങളാക്കി ചാക്കി കെട്ടി ട്രാക്ടറിൽ പമ്പയിൽ എത്തിച്ച് ഇപ്പം ആറാട്ട് നടക്കുന്ന മണ്ഡപത്തിന്റെ അവിടെയാണ് നിമഞ്ജനം ചെയ്തത്. ഇത് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർക്കെല്ലാം മണ്ടത്തരം മനസ്സിലാക്കിയത്. ഇവരെല്ലാം ഇത് ദേവപ്രശ്ന വിധി പ്രകാരം അവർ പറഞ്ഞല്ല, ഇത് ചെതലരിക്കുന്നു, ഉറുമ്പരിക്കുന്നു, കൃമികീടങ്ങളുണ്ട്, അയ്യപ്പൻ അഹിതമാണ്, ദേവസ്വം ബോർഡിന് ദോഷമുണ്ടാകും, പിന്നെ പരിപാലകർക്ക് ദോഷമുണ്ടാകും, ഭക്തജനങ്ങൾക്ക് ദോഷമുണ്ടാകും, അടിയന്തരമായിട്ട് മാറണം. ഇതെങ്ങനെ ഇവർ സ്കാൻ ചെയ്തെടുത്തോ? മഹേഷ് പണിക്കർ പറഞ്ഞ 101% ശരിയാണ്. ഇതിന്റെ അകത്ത് സർവ്വ ഉഡായിപ്പാണ്. ഈ ഉഡായിപ്പിന് നേതൃത്വം കൊടുത്ത LDF-ഓ UDF-ഓ അല്ല, ഇവരാണ്. നിയമത്തിൽ കോടതി വരാം. മറ്റൻ നമ്പൂരെ വിട്ട് സംസാരിപ്പിച്ചാണ് അദ്ദേഹം. ഞാനിത് വെറുതെ പറയുന്നതല്ല, തെളിവുകളുടെ പിൻബലത്തിൽ ഞാനിത് സ്മൃതിക്ക് ഇത് മൊത്തം ഞാൻ വാട്സാപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഇതിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു. ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ തന്ത്രിമാരുടെ എല്ലാം ആലോചിക്കും. യോഗക്ഷേമ സഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാധാകൃഷ്ണൻ പോറ്റി, അദ്ദേഹം സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന്. മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഇപ്പോഴത്തെ തന്ത്രി മഹേഷിന്റെ ഗുരുനാഥനാണ്. ഏത് മുതുപാതിരാത്രിക്ക് വിളിച്ച് ചോദിച്ചാലും അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമായിട്ട് ശ്ലോകങ്ങൾ സഹിതം പറഞ്ഞു തരും. ഞാൻ തെളിവോടെയാണ് പറയുന്നത്. ശരി, സമയക്കുറവുകൊണ്ടാണ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.